നമസ്കാരം, ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഹോസ്പിറ്റലുകൾ വലിയൊരു എക്കോസിസ്റ്റമാണ്. അവിടെ ധാരാളം രോഗികൾ എത്തുന്നുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫുണ്ട്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ധാരാളം മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഈ എൻ്റെ ഹോസ്പിറ്റലിനെ നടത്തിക്കൊണ്ടു പോകുന്നത് വളരെ ശ്രദ്ധ വേണ്ടുന്ന ഒരു കാര്യമാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ നടത്തുന്നതിനേക്കാൾ ഇന്ന് അതീവ ജാഗ്രതയോടുകൂടി നടത്തിയാലാണ് ഒരു ഹോസ്പിറ്റൽ വിജയകരമാക്കി മാറ്റാൻ പറ്റുന്നത്. ഒരു ക്ലിനിക്കാണെങ്കിലും ഒരു സാധാരണ ഹോസ്പിറ്റലാണെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി കോർപ്പറേറ്റ് സ്റ്റൈൽ ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെങ്കിലും മെഡിക്കൽ കോളേജ് ആണെങ്കിലും അതിൻ്റെ തുടക്കം മുതൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ആ സർവീസുകൾ നന്നായി കൊടുത്ത് പേഷ്യൻ്റ് ഇടയിൽ നല്ലൊരു പേരുണ്ടാക്കാൻ കഴിയുക. അങ്ങനെ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആകാൻ കഴിയാതെ വന്നാൽ പലപ്പോഴും നമ്മുടെ വലിയ സ്വപ്നമായി നമ്മൾ തുടങ്ങുന്ന ഈ സ്ഥാപനം പരാജയത്തിലെത്താൻ സാധ്യതയുണ്ട്. നടത്തുന്നവർക്ക് മാത്രം സ്വപ്നം പോരല്ലോ. പലപ്പോഴും പല സ്ഥാപനങ്ങളും അത് അർഹിക്കാത്ത പരാജയം ഏറ്റുവാങ്ങാറുണ്ട്. അതിൻ്റെ പുറകിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ആ സ്വപ്നം അതിൻ്റെ മേൽത്തട്ടിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, സ്റ്റാഫുകളിൽ എത്തിപ്പെട്ടിരുന്നില്ല എന്ന്. അതിനെ സഹായിക്കുന്ന ഡേറ്റ അൽഗോരിതംസോടുകൂടി തന്നെയാണ് ഏകദേശം 2000-ൽ തുടങ്ങിയ ഗ്രേപ്സ് 2010 കൂടിയൊക്കെ തന്നെ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്ന ഡേറ്റ അൽഗോരിതംസ് ഉപയോഗിച്ചുകൊണ്ട് പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ, ഗ്രേപ്സ് ഉപയോഗിച്ചിരുന്ന ഹോസ്പിറ്റലുകൾ പലപ്പോഴും ഏതെങ്കിലും കാരണവശാൽ മറ്റൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറുമ്പോൾ അടുത്ത സ്റ്റാഫുകൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നത്. എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുന്ന ഒരു പ്രതീതി കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാഫുകളെ നല്ല കംഫർട്ടാക്കിയിരുന്നു. മാനേജ്മെൻറ്റിനും ഏറ്റവും മനോഹരമായി ഇൻഫർമേഷൻസ് കിട്ടിയിരുന്നു. നമ്മളിത് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രൊവൈഡേഴ്സായി മാറിയപ്പോൾ ഒരു HIMS സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനേക്കാൾ സുഖമായിട്ട് നമ്മൾ ഇന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. പലരും കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് വരുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നാണ് വിചാരിക്കുക. നമ്മളൊരു ക്ലിനിക്ക് തുടങ്ങാൻ പോവുകയാണ്, അല്ലെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ പോവുകയാണ്. തുടക്കം ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറിൻ്റെ സമയത്ത് തന്നെ ഗ്രേപ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ ആ ബിൽഡിംഗ് സ്ട്രക്ചറിങ്ങിൽ തന്നെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിന് കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷനായിട്ട് ആ ഒരു ബിൽഡിങ്ങിനെ തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെയാണ്. അവരുടെ കൺസ്ട്രക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഗ്രേപ്സ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് ബിൽഡിങ് നമ്മൾ റീഡിസൈൻ ചെയ്യുന്നുണ്ട്. സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടിയാൽ മാത്രം നല്ല സർവീസ് കൊടുക്കാൻ പറ്റുന്ന ബിൽഡിംഗ് ആർക്കിടെക്ചറുണ്ട്. നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്താൽ ഏറ്റവും അളവിന് ഉതകുന്ന രീതിയിൽ സ്റ്റാഫിൻ്റെ എണ്ണം ക്രമീകരിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഫെസിലിറ്റീസ് പേഷ്യൻസിന് കൊടുക്കാൻ കഴിയും. അതിനെല്ലാം ഡിജിറ്റലി കൺട്രോൾ ചെയ്യാൻ കഴിയും. ഇൻ ആൻഡ് എക്സിറ്റ് ഫുള്ളി ഡിജിറ്റലി കൺട്രോൾ ചെയ്യാൻ കഴിയും. ഒരു പേഷ്യൻറ്റിനെ അവരുടെ കൂടെ ഒരു പബ്ലിക് റിലേഷൻസ് ഓഫീസർ നടക്കുന്ന ഫീലിൽ ഡിജിറ്റലൈസേഷൻ അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയും, അവരെ ഗൈഡ് ചെയ്യാൻ കഴിയും. ഒരു കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ഹോസ്പിറ്റലിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യാൻ ഒരുങ്ങുന്നതെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിങ് മുതൽ ഗ്രേപ്സിന് വളരെയധികം കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. കഴിഞ്ഞ 25 കൊല്ലം നമ്മൾ ഇത് തന്നെയാണ് ഇൻഡസ്ട്രിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായി പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ഹോസ്പിറ്റലിനെ എങ്ങനെ മാറ്റാം. അതൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻറ്റേഷൻ അല്ല, ഇൻസ്റ്റലേഷൻ അല്ല, കംപ്ലീറ്റ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഇംപ്ലിമെൻറ്റേഷനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനും പേഷ്യൻ്റ് റെക്കോർഡ്സ് കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് ഡിവൈസസ്, പേഷ്യൻ്റ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം, ഒരു പേഷ്യൻ്റെ ഫ്ലോയെ മനസ്സിലാക്കി ഹോസ്പിറ്റലിൻ്റെ സാഹചര്യം അനുസരിച്ച് പേഷ്യൻ്റ് ഇൻഫർമേഷൻസ് കൃത്യമായി പാസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ യൂണിറ്റുകൾ, കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ്റെ പാർട്ടായി തന്നെ വർക്ക് ചെയ്യാൻ കഴിയുന്ന LED വാളുകൾ, അത് ഡൈനാമിക്കായിട്ട് സാഹചര്യങ്ങളനുസരിച്ച് അതിനകത്ത് ഡിസ്പ്ലേകളെ സ്വയം ക്രമീകരിക്കാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ, ഓൺ മൂവിൽ ഒരു പേഷ്യൻ്റെ കൂടെ നടന്നുകൊണ്ട് തന്നെ ആ പേഷ്യൻ്റെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും സേവ് ചെയ്യാനും കഴിയുന്ന സംവിധാനങ്ങൾ. ഒരു ഹോസ്പിറ്റലിൻ്റെ എൻ്റെ പ്രവർത്തനങ്ങളെ പ്യുവർലി ഡിജിറ്റലാക്കിയത് കൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ അടുത്ത 10 കൊല്ലത്തിനപ്പുറം എങ്ങനെ ഇരിക്കുമെന്ന് നമുക്കിന്ന് ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. പലപ്പോഴും കഴിഞ്ഞ വർഷങ്ങളിലെ ഹോസ്പിറ്റലിൻ്റെ
കോപ്പി ആയിരിക്കും നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റലുകൾ. പിന്നീട് സ്ട്രഗിൾ ചെയ്യും, അഡീഷണൽ എക്സ്പെൻസ് വരും അത് റീസ്ട്രക്ചർ ചെയ്യാൻ. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഹോസ്പിറ്റൽ ഇന്ന് നമ്മൾ കാണുന്നതല്ല. അതിനെ ബിൽഡ് ചെയ്യാൻ ഗ്രേപ്സ് ഒപ്പമുണ്ട്. ഗ്രേപ്സിൻ്റെ കഴിഞ്ഞ 25 കൊല്ലത്തെ പരീക്ഷണങ്ങൾ, എക്സ്പീരിമെൻറ്റ്സ്, അതിൽ കൂടെ നമ്മൾ നേടിയെടുത്ത വരാൻ പോകുന്ന കാലഘട്ടത്തിൻ്റെ, കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കേട്ട് കാണും, ചൊവ്വയിൽ കോളനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അന്ന് ഗ്രേപ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ടി വരും. തീർച്ചയാണ് ഇന്ന് ഡിജിറ്റലൈസ്ഡ് ഹെൽത്ത് കെയറിൻ്റെ ഏറ്റവും ടോപ്പ് സൊല്യൂഷൻ ഗ്രേപ്സ്. നമ്മുടെ ഇൻഡസ്ട്രിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ഹോസ്പിറ്റൽ, ക്ലിനിക്ക്, മെഡിക്കൽ കോളേജ് അത് സ്ട്രക്ചർ ചെയ്യാൻ കൂടെയുണ്ട്.